ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം ചിന്തിക്കുന്നൊരു വിഷയം, വചനം വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. നിന്റെ ശത്രു പിശാചാണ്. ഈ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുമോ? തകർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് എത്രയോ വ്യക്തികൾ ഒരുപാട് മാനസികമായിട്ട് തകർന്നൊക്കെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈയിടെ ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, പിശാചിൻ്റെ പുറകെയാണ്. ആരോ എന്തോ സാത്താൻ പൂജയൊക്കെ ചെയ്തിട്ട് ബ്ലാക്ക് മാസ് ഒക്കെ ചെയ്തിട്ട്, കാരണം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ബ്ലാക്ക് മാസ്. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അജാനഭാവമായിട്ടുള്ള ചില പിശാച് എന്നെ തകർക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതും പോരാഞ്ഞിട്ട് കുറേ കുട്ടി പിശാചുക്കൾ അവർ വന്നിട്ട് ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാനതുകൊണ്ട് കൊന്ത, കുരിശുരൂപം ഇതൊക്കെ നെറ്റിയിലും തലയിലും ഒക്കെ ചേർത്ത് പിടിച്ചാണ് പ്രാർത്ഥിച്ച് കിടന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുക. ഇങ്ങനത്തെ വലിയ സൈസൊക്കെ കാണുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, ഈ സാത്താനെ തോൽപ്പിക്കാൻ പറ്റുമോ? ഈ സാത്താനെ അതിജീവിക്കാൻ ദൈവമക്കളായും നമുക്ക്, നിസ്സാരരായി നമുക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം ഇവിടെ മനസ്സിൽ ഉയർന്നു വരാം. ഇതിനുള്ള ഉത്തരം വചനത്തിൽ കൃത്യമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം, കർത്താവിൻ്റെ വചനം 1 കൊരിന്തോസ് 10:13 വചനം വായിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശക്തിക്ക് അതീതമായിട്ട് ഒരിക്കലും നീ പരീക്ഷിക്കപ്പെടത്തില്ല. ദൈവം നമ്മെ പരീക്ഷിച്ചാലും നമ്മുടെ ശക്തിക്ക് അതീതമായിട്ട് അവിടുന്ന് പരീക്ഷിക്കത്തില്ല. അവിടുന്ന് കൂടെ നിന്ന് ആ പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള കൃപ നമുക്ക് തരും. നമ്മളൊന്ന് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. സാത്താനെ പരാജയപ്പെടുത്തിയ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ഈ ഒരു വിജയം വരിക്കാൻ സാധിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏതാനും കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, സാത്താൻ്റെ അസ്തിത്വം. ഞാൻ വഞ്ചകൻ്റെ പഞ്ചതന്ത്രങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, സൈറ്റൻ, ക്രാഫ്റ്റി ആൻഡ് ക്രീപ്പി. ഇനി അതിൽ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, സാത്താൻ ഇല്ലെന്ന് പറയണമെങ്കിൽ ബൈബിളിലെ ഒരു കാൽഭാഗം നിഷേധിക്കേണ്ടി വരും. കാരണം അത്രമാത്രം കാര്യങ്ങൾ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു സാത്താനെ പരാജയപ്പെടുത്തുക, ബന്ധനത്തിൽ കഴിയുന്നവരെ വിമോചിപ്പിക്കുക എന്നുള്ളത്. പിശാചുക്കളുടെ മേൽ ശക്തിയും അധികാരവും അവൻ നൽകിയെങ്കിൽ, ഇതില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ സാത്താൻ്റെ അസ്തിത്വം, ദൈവമുണ്ടെങ്കിൽ സാത്താനുണ്ട്, ദൈവരാജ്യമുണ്ടെങ്കിൽ സാത്താൻ്റെ രാജ്യമുണ്ട്, ദൈവഭരണമുണ്ടെങ്കിൽ സാത്താൻ്റെ ഭരണമുണ്ട്. അത് അംഗീകരിച്ചാൽ നമുക്ക് പിന്നെ സാത്താനെതിരെയുള്ള ആത്മീയ സമരത്തിൽ പങ്കെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാകും. രണ്ടാമത്തെ കാര്യം, പിശാചിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിശാച് നല്ല പാരമ്പര്യമുള്ള വ്യക്തിയാണ്. പാരമ്പര്യം പറയാനുണ്ട്. നമുക്കറിയാമല്ലോ, ആത്മാക്കൾ അഹങ്കാരം മൂലം അധപതിച്ചാണ് പിശാചുക്കളായി മാറിയത്. യേശയ്യാ 14:12 മുതൽ 14 വരെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ലൂസിഫർ, ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രം, അഹങ്കാരം മൂത്തിട്ട് ദൈവത്തിൻ്റെ സ്ഥാനം പിടിക്കാൻ നോക്കി. അങ്ങനെയാണ് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്, അവനോടുകൂടെ അവൻ്റെ ദൂതഗണങ്ങളും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിച്ചത്, അഹങ്കാരത്തിന് വേണമെങ്കിൽ ആത്മാവിനെ പിശാചാക്കി മാറ്റാൻ പറ്റും. ഒരു ഏഞ്ചലിനെ, ആത്മാവിനെ വേണമെങ്കിൽ, മാലാഖയെ വേണമെങ്കിൽ പിശാചാക്കി മാറ്റാൻ പറ്റും. അഹങ്കാരത്തിന് എളിമയോ മനുഷ്യരെ മാലാഖമാർക്ക് തുല്യമാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം, ഇവൻ്റെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, പിശാചിന് ക്ഷീണമില്ല, ഉറക്കമില്ല, അങ്ങനെ നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് 1 പത്രോസ് 5:8 വചനം വായിച്ചാൽ മതി. ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്ന അലറുന്ന സിംഹം, അതുപോലുള്ള ഒരു പ്രവർത്തനമാണ് പിശാചിൻ്റെ ഭാഗത്തു നിന്ന് വരിക. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഉറക്കം തൂങ്ങി ക്രിസ്ത്യാനികളായിരുന്നാൽ രക്ഷപ്പെടുവോ? വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണം, ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ആത്മീയതയിൽ ഒരു വളർച്ചയില്ലാതെ ആത്മീയ മുരടിപ്പോടുകൂടി കഴിയുന്നവരെ പിശാച് അവൻ്റെ വലയിൽ പെടുത്തും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പിശാചിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം. അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കണം. യാക്കോസ്ലിയ 4:8-9 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കുക. റെസിസ്റ്റ് സൈറ്റൻ. അതിനുള്ള ഒരു ദീർഘക്ഷമ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തവർ കുറച്ച് കഴിയുമ്പോൾ ഇട്ടേച്ച് പോവും. അപ്പം സാത്താൻ അവരെ വഴിതെറ്റിക്കാനും വലയിൽ അകപ്പെടുത്താനും വളരെ എളുപ്പമായിട്ട് മാറും. മത്തായി 4 നമ്മൾ കാണുന്നത്, ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രലോഭനങ്ങൾ യേശുവിനുണ്ടായി. പക്ഷേ അവൻ്റെ ദീർഘക്ഷമ, ഒന്ന് കഴിഞ്ഞ് അടുത്തത് വന്നപ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ദീർഘക്ഷമ. അവസാനം സാത്താൻ മനസ്സിലായി, അവൻ്റെ ക്ഷമയേക്കാൾ വലിയ ക്ഷമയാണ്
യേശുക്രിസ്തുവിൻ്റെ ക്ഷമ ഇട്ടേച്ചു പോയി. ഇതുപോലെ ചെറുത്ത് നിന്നാൽ സാത്താനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കാൻ. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ വെള്ളം കൊണ്ട് പാറയെ തകർക്കാൻ പറ്റും. വെള്ളം കൊണ്ട് വേണമെങ്കിൽ ഇരുമ്പ് കണ്ടിക്കാൻ പറ്റും. പക്ഷെ അതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് ശക്തി, രണ്ട് സ്ഥിരത. നമ്മൾ ഈ വെള്ളം ഭയങ്കരമായ ഫോഴ്സിൽ ഉപയോഗിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇരുമ്പ് പോലും മുറിക്കാൻ പറ്റും, പാറയെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അത് പെട്ടെന്നൊന്നും അങ്ങ് അടിക്കുമ്പോഴേ സംഭവിക്കണമെന്നൊന്നുമില്ല. അത് പൊട്ടുന്നത് വരെ, മുറിയുന്നത് വരെ പിടിച്ചോണ്ടിരുന്ന് അങ്ങനെ അതിനെ ആ പാറയെ പൊട്ടിക്കുന്ന ശക്തി വെള്ളത്തിനുണ്ടാകുന്നു. ഏതാണ്ട് ഇതുപോലെ സാത്താനെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ഇനി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, ആയുധമെടുക്കാൻ നമ്മൾ തയ്യാറാകണം. എഫേസസ് 6-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ, ഈ ആയുധങ്ങൾ എടുത്ത് ആത്മീയ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് സാത്താനെ തോൽപ്പിക്കാൻ പറ്റുക, അവൻ്റെ ആയുധങ്ങളെ നിർവീര്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്തേത് സ്ഥിരത കാട്ടണം. സ്ഥിരത. നമ്മളൊരു പാറക്കെട്ട് കൂടം കൊണ്ട് അടിക്കുന്നവരാണേലും വെള്ളം കൊണ്ട് അതിനെ പൊട്ടിക്കാൻ നോക്കുന്നവരാണേലും സ്ഥിരത അവർ കാണിക്കുന്നത് കാണാൻ പറ്റും. അപ്പോഴാണ് ഈ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ആത്മനിയന്ത്രണം. ചിലർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ആത്മവിശ്വാസം പോകും, ആത്മനിയന്ത്രണം പോകും, പിന്നെ അവർ ഇട്ടച്ചു പോകും. 2 തീമോത്തി 1-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സാത്താനെ ചെറുത്ത് നിന്ന് തോൽപ്പിച്ച് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് ഈ സാത്താൻ ഭയക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അത് ഏറ്റെടുത്തവരെ കാണുമ്പോൾ തന്നെ സാത്താന് ഭയമാകും. ഒന്ന്, പ്രാർത്ഥന. ലൂക്ക 22:31 മുതൽ വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ പറഞ്ഞു, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാനായിട്ട് സാത്താൻ ഉദ്യമിക്കുന്നത് ഞാൻ കണ്ടു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുടർന്ന് വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ് അതേ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 22:46, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ സാത്താന് ഭയമാണ്. 2, പ്യൂരിറ്റി, വിശുദ്ധി. ജ്ഞാനം അതിൻ്റെ 5-ാം അധ്യായം 19-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി അജയമായ ഒരു പരിചയമായിട്ട് മാറും. ഈ പരിച കയ്യിലുള്ളവരുടെ അടുത്ത് സാത്താൻ്റെ തന്ത്രങ്ങളൊന്നും ഏൽക്കില്ല എന്നുള്ളത് തിരിച്ചറിയണം. മൂന്നാമത്തേതാണ് പ്രഷ്യസ് ബ്ലഡ്. പ്രയർ, പ്യൂരിറ്റി, പ്രഷ്യസ് ബ്ലഡ്. യേശുവിൻ്റെ തിരുരക്തം അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഗൗരവപൂർവ്വം കണ്ട് കുർബാന സ്വീകരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ സാത്താന് ഭയമാണ്. ഈ 3 കാര്യങ്ങൾ ആയുധമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സാത്താനെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ അതിനുവേണ്ട അഭിഷേകത്തിനായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.